അവരുടെ കാര്യങ്ങൾ അവരുടെ ഉള്ളിൽ തന്നെ പ്രോസസ്സ് ചെയ്യുന്നവരാണ്. അവർക്ക് ഹെൽപ്പ് ചോദിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ് പുരുഷന്മാർ. സ്ത്രീകൾ ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്, പക്ഷെ എങ്ങനത്തെ ഹെൽപ്പ് വേണ്ടതെന്ന് ചോദിക്കുന്നില്ല. എന്നെ ആരെങ്കിലും സഹായിക്കും എന്ന് പറയുന്നത്, എങ്ങനെ സഹായിക്കട്ടെ, എന്ത് സഹായം വേണ്ടതെന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല എന്ന് പറയുന്ന സിറ്റുവേഷനാണ് ഇവിടുത്തെ കൺഫ്യൂഷൻ. വേറെ പുരുഷന്മാർ പലപ്പോഴും സഹായം ചോദിക്കുന്നേ ഇല്ല, അതും ഒരു പ്രോബ്ലമാണ്. പക്ഷെ ആ പ്രോബ്ലംസ് പുരുഷന്മാർ ആരെങ്കിലും എഴുതണം. ബിക്കോസ് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന്. എന്താ പ്രശ്നം എന്ന് എഴുതി പറഞ്ഞാൽ ഞങ്ങൾ അതിനുള്ള വഴിയും കണ്ടെത്തും. എനിക്ക് മലയാളം സിനിമ ഭയങ്കര ഇഷ്ടമാണ്, എസ്പെഷ്യലി കോമഡി സീൻസ്. അപ്പോൾ ഒരു അഡ്വൈസ്, ജൽദി ആയിട്ടുള്ള സിനിമ ഉണ്ട് കാലഘട്ടം, സോമൻ ചേട്ടൻ്റെ ആ ഇന്ററാക്ഷൻ പോയി ഓട്ടോറിക്ഷയിൽ പോയി അവരുടെ റിച്ചേർഡ് സാഹിബിൻ്റെ ഡയലോഗ്. ഓട്ടോ പറയും, ഞാൻ ഏത് ഷേപ്പ് പുറത്തുവരുന്ന അറിയില്ല, പക്ഷെ ഏത് ഷേപ്പ് വന്നാലും എന്നെ കൊണ്ടുവരണം, തിരിച്ചു കൊണ്ടുവരണം. ആ ജഗതി ഏട്ടൻ്റെ റോൾ ആക്ച്വലി നമ്മുടെ ലീഡേഴ്സ് നമ്മളോട് പറയില്ല, ഞാൻ ഏത് ഷേപ്പ് പുറത്തുവരുന്ന അറിയില്ല, പക്ഷെ ഏത് ഷേപ്പിൽ അതിനെ തിരിച്ചു കൊണ്ടുവരണം. That is the advice that I can give to you. നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. എന്തെങ്കിലും ഫൈനൽ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ we can take one more question. അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് വൈൻഡപ്പ് ചെയ്യാം. We'll take a few photos. നിങ്ങൾക്ക് വേണമെങ്കിൽ with the covers I'll take a few photos and then I'll get into books, I think. Hello, can you hear me? Sir, is the question? തങ്ങളുടെ കയ്യിൽ 2 വാച്ച് ഉണ്ട്. അത് നോർമലി അങ്ങനെ കാണാറില്ല നമ്മൾ. ഒന്നതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഞാൻ എൻ്റെ വളരെ കുഞ്ഞായിരുന്നപ്പോൾ എന്നോട് തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. എല്ലാ സംഭവങ്ങളും ഗ്രാവിറ്റി ബേസ് ചെയ്തിട്ട് താഴത്തോട്ടാണ് വരുന്നത്. വെള്ളം താഴത്തോട്ട് വീഴുന്നു, ഫ്രൂട്ട്സ് താഴത്തോട്ട് വീഴുന്നു. പക്ഷെ ഫയർ മാത്രം റൈറ്റിംഗ് അപ്വേർഡ്സ്. ഈ റോക്കറ്റ് പ്രൊപ്പൽഷൻ്റെ കാര്യം പറയുമ്പോൾ അവിടെ മാത്രമാണ് ഫയർ താഴോട്ട് വരികയും ആ താഴോട്ട് വരുന്ന ഫയർ മുകളിലോട്ട് ആ റോക്കറ്റിനെ ഉയർത്തുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. താങ്ക് യു. അപ്പോൾ ഫസ്റ്റ് തിങ് ഇസ് ഫയറിൻ്റെ കാര്യം പറയാം. I mean, scientific reason is our force of when we fire it, whether it's a jet engine or a rocket engine, our force, the gas are going out, our gas is very hot, it's being lit up. Our idler is going, so it is gravity, everything it is overtaken, and the raw force is making sure that the flame goes in that state. I mean, as something gets subtle and subtle, lighter and lighter, the tendency is to flow. So this is a very broadly physical and philosophical answer to that, because maybe I cannot explain the entire thing out here. Why does fire go upwards? I can say that it is because we have